السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما كنت ترجو أن يلقى إليك الكتاب إلا رحمة من ربك. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മേഖലകളിലൂടെയുള്ള അവിടുത്തെ ചരിത്രങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പഠന പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയി വന്ന ഇനങ്ങൾ, ഏതൊക്കെ രീതിയിൽ പ്രവാചകന് വഹയി പിന്നീട് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിവരിക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രവാചകന്റെ വഹയിന്റെ തുടക്കം എന്തായിരുന്നു എന്നാണ് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും. ആ കാണുന്ന സ്വപ്നങ്ങൾ 100% പകൽ വെളിച്ചം പോലെ സത്യസന്ധമായിട്ട് പിറ്റേന്നാണ് പുലരും. ഇങ്ങനെയായിരുന്നു അവിടുത്തെ വഹയിന്റെ ആദ്യകാല തുടക്കം. ഏതാണ്ട് 6 മാസക്കാലത്തോളം ഈ നില ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ കാണും, സ്വപ്നം കാണും, അത് പിന്നീട് പ്രകടമാകും. അപ്പൊ ആദ്യം ഇങ്ങനെ സ്വപ്നങ്ങളായിരുന്നു. പിന്നെ പ്രവാചകന് വഹയി കൊടുക്കുന്ന രൂപം എന്തായിരുന്നു? മലക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണൂല, ജിബ്രീലിനെ കാണൂല. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ അടുക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഹൃദയത്തിലേക്ക് ചില മെസ്സേജുകൾ ഇട്ട് കൊടുക്കും. കാന യൻഫുസു ഫീ റൗഇ, എന്റെ മനസ്സിലേക്ക് അവിടുന്ന് ചിലത് ഇങ്ങനെ ഓതിത്തരും, എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുതരും. മലക്കന്നെ ഇട്ട് കൊടുക്കുന്നത്, പക്ഷേ കാണൂല, മലക്കിനെ കാണൂല. വേറെ രൂപം എങ്ങനെയായിരുന്നു? മലക്ക് മനുഷ്യന്റെ രൂപത്തിലാണ് വരും. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യ രൂപത്തിൽ തന്നെ പ്രവാചകന്റെ മുമ്പിലാണ് വന്നിട്ട് സന്ദേശമാണ് കൊടുക്കും. അതാണ് അവിടുന്ന് പറഞ്ഞത്, വാഹിയാനൻ, ചില സന്ദർഭങ്ങളിൽ യതമസ്സലു ലിയൽ മലക്കു റജുലാ, മലക്ക് ഒരു പുരുഷവേഷം സ്വീകരിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ അങ്ങ് രൂപാന്തരം പ്രാപിച്ചു പ്രത്യക്ഷപ്പെടും. ഫയുകല്ലിമുനി, എന്നിട്ട് ആ മലക്ക് എന്നോട് നേരിട്ടിങ്ങനെ സംസാരിക്കും. ഫഅഈ മാ യഖൂലു, അവിടുന്ന് പറയുന്നതൊക്കെ ഞാൻ നന്നായി മനസ്സിലാക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും സഹാബിമാർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജിബ്രീലിനല്ല കാണുന്നത്, മനുഷ്യവേഷത്തെയാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്ന വേളയിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം പൂണ്ട് വന്നതും ചില ചോദ്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചതൊക്കെ വളരെ പ്രസിദ്ധമായ ഹദീസിൽ കാണാൻ സാധിക്കും. വന്ന് പ്രവാചകനും സഹാബത്തൊക്കെ ഇരിക്കാണ്. അപ്പൊ ആർക്കും പരിചയമില്ലാത്ത ഒരാളുണ്ട് പെട്ടെന്ന് കയറി വരുന്നു. എന്താണ്? ഒരു യാത്രക്കാരന്റെ ഒരു അടയാളമൊന്നുമില്ല, എന്നാ അവർക്ക് ആർക്കും മുമ്പ് കണ്ടിട്ടില്ല. വളരെ ഫ്രഷ് ആയ ഒരാള്, നല്ല സുന്ദരൻ, വെളുവെളുത്ത വസ്ത്രം, മുടിയൊക്കെ ഇങ്ങനെ ചീകിപ്പ കുളി കഴിഞ്ഞ് ചീകി വെച്ചതുപോലെ. യാത്രയുടെ ഒരു അടയാളം ആ വസ്ത്രത്തിലോ മുടിയിലോ ഇല്ല. വളരെ കൃത്യമായി ഒരു ചുളിവ് പോലും ആ വസ്ത്രങ്ങൾക്കില്ല. ഇപ്പൊ അങ്ങോട്ട് ഫ്രഷ് ആയിട്ടൊരു പുതിയ ഒരാൾ കയറി വരും. ആർക്കും മനസ്സിലായില്ല.
കയറി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഇങ്ങനെ. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടുത്തെ കാൽമുട്ടിനോട് തന്റെ കാൽമുട്ട് ഇങ്ങനെ ചേർത്ത് കൈ രണ്ടും കാൽത്തൊടയിൽ ഇങ്ങനെ ഭവ്യതയോടെ വെച്ച് ഒരു ഉസ്താദിന്റെ മുമ്പിൽ, ഒരു ഗുരുവിന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ ഇരിക്കുന്ന സർവ്വ മര്യാദകളോടും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദേ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 5 കാര്യങ്ങൾ എന്നെ കൊടുത്തു. അത് പറഞ്ഞപ്പോ പറഞ്ഞു, സദഖത, സത്യ പറഞ്ഞു. ചോദിക്കാൻ വരിക ഒരാള്, അറിയാണ്ട് ചോദിക്കാൻ വരികയാണ്. ചോദിച്ചിട്ട് മറുപടി കൊടുക്കുമ്പോ പറയാം, നീ പറഞ്ഞത് സത്യമാണ്. പിന്നെന്തിനാ ചോദിക്കാൻ വന്നു? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. 6 കാര്യവും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴും പറഞ്ഞു, സദഖത, കറക്റ്റ് ആണ്, നിങ്ങളെ മറുപടി കറക്റ്റ് ആണ്. മൂന്നാമത്തതും ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഈ ഇഹ്സാൻ? നന്മ ചെയ്യണം, നല്ല രൂപത്തിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ ഇബാദത്തുകളെ പറ്റി, എന്താ അങ്ങനെ പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹനെ ആരാധിക്കുമ്പോൾ നീ അല്ലാഹനെ കാണുമ്പോൾ ആരാധിക്കണം. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലാന്നേ ഉള്ളൂ, അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അവസാനം ചോദിച്ചു, അല്ലേ അന്ത്യനാൾ എപ്പോഴാ, ലോകാവസാനം എപ്പോഴാ? അപ്പൊ പറഞ്ഞു, ചോദിച്ചയാളേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്ക് അതിനെപ്പറ്റി വിവരമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയണ വിവരം തന്നെ അതിനെപ്പറ്റി എനിക്കുള്ളൂ. ശരി, എന്നാ ഇത് അടയാളങ്ങൾ ചിലത് പറയാവോ? അപ്പൊ അന്ത്യനാളിന്റെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ശരി, അതൊക്കെ കഴിഞ്ഞ് ആളങ്ങോട്ട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹായിമാരോട്, വന്ന ആളങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല. അത് ജിബ്രീലാണ്. നിങ്ങൾക്ക് അള്ളാഹിന്റെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട, അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ച ജിബ്രീലാണത്. എല്ലാരും പോയി നോക്കുമ്പോ എവിടെ ആളെ കാണും? പോയില്ലേ? ആളെ പിന്നെ കാണുവോ? അപ്പൊ ഇവിടെ എന്താ? അതിനോട് പണ്ഡിതന്മാര് പല കാര്യങ്ങൾ പറഞ്ഞു. അറിയണ കാര്യം തന്നെ ചോദിക്കാണ്. എന്തിനാ? ജിബ്രീലിനെ അറിയാൻ വേണ്ടിയല്ല, എല്ലാരും കേൾക്കുന്ന ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ വേറുള്ളവർക്ക് വേണ്ടി ഒരു ചോദ്യം ഉണ്ടല്ലോ. എല്ലാരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ചോദിക്കുന്ന ആൾക്ക് അതിനെ പറ്റി ഇൽമുണ്ടാവും. അതാപ്പൊ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തത്. അല്ലെങ്കിൽ അതിനർത്ഥം എന്താ? ആളെ കളിയാക്കാന്നല്ല പറയാം. ഒരാൾ വന്നൊരു ചോദ്യം എങ്ങനെ ചോദിക്കുക, ഉത്തരം എങ്ങനെ പറയുമ്പോൾ കറക്റ്റ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ, അപ്പൊ അയാൾക്ക് ഇതിനെ പറ്റി വിവരമുണ്ട് എന്നല്ല ഇതിനർത്ഥം. അപ്പൊ ഇവിടെ എന്താ? അതാക്കും ജിബ്രീൽ, അത് ജിബ്രീലാണ് നിങ്ങളുടെ അടുക്കൽ വന്നതെന്തിനാണ്? ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീന് പഠിപ്പിച്ചു തരാൻ വന്നതാണ്. അപ്പൊ ഒരു ചോദ്യോത്തര രൂപത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാ റസൂലുള്ളാഹി മറുപടി പറയാ, കേട്ട ആളുകൾ പഠിക്കുക. അപ്പൊ ഇവിടെ ആ വന്ന രൂപത്തെ, ആ മനുഷ്യനെ സാധാരണഗതിയിൽ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അത് ആരേ കാണുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ മനസ്സിലാക്കുള്ളൂ. ജിബ്രീലിന്റെ ശബ്ദം ആയിഷ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലായിരിക്കെ വഹി വരും. ഖദീജ ബീവി കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കാണുന്നു, ആ ശബ്ദം കേൾക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇങ്ങനെ മനുഷ്യരൂപം പൂണ്ട അവസരത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ സഹാബിമാർക്കും കാണാൻ സാധിച്ചു. അത് വഹയിന്റെ ഒരു ഇനമാണ്. വേറെ വളരെ കടുപ്പുള്ള ഒരു ഇനുണ്ട്. വഹി വരുന്ന കൂട്ടത്തിൽ ഏറെ പ്രവാചകൻ പ്രയാസം സഹിച്ചിരുന്നത് ആ രൂപത്തിൽ വരുമ്പോഴാണ് അവിടുന്ന് പറയുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹ്യാനൻ യഅ്തീനി, ചില സമയത്ത് എനിക്ക് വഹി വരിക, മിസ്ല സൽസലത്തിൽ ജറസ്, മണിനാദം പോലെ, ഒരു ചങ്ങല കിലുക്കം പോലെ, ഒരു ഇരുമ്പും മറ്റൊരു ഇരുമ്പോട്ട് ഇങ്ങനെ മേടിയാൽ ഉണ്ടാകുന്ന കുലുക്കം, ഭയങ്കരമായ ഇരുമ്പും തമ്മിൽ കൂട്ടിയിടിക്കുന്ന രൂപത്തിലുള്ള ശബ്ദം. വഹുവ അശദ്ദുഹു അലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹീന്റെ ഇനങ്ങളിൽ, വഹി വരുന്ന രീതികളിൽ എനിക്കേറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ ആ അവസ്ഥ എന്നിൽ നിന്നാണ്ട് വിട്ടുമാറി പോകുമ്പോഴേക്ക് ഫഖദ് വഅയ്തു അൻഹു മാ ഖാൽ, എന്താണോ എന്നോട് വന്നിട്ട് പറഞ്ഞതെങ്കിൽ, പഠിപ്പിച്ചതെങ്കിൽ ഞാനത് മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും, ഞാനത് ശ്രദ്ധിക്കും. ആ അവസരത്തിലുള്ള പ്രയാസങ്ങൾ കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, ഫകാന ജബീനുഹു യതഫസ്സദു അറഖാ ഫിൽ യൗമി ശദീദിൽ ബർദ്, നല്ല കഠിനമായ മരം കോച്ചുന്ന തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും
അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഇത്തരത്തിലുള്ള വഹി വരുന്നതെങ്കിൽ അവിടുന്ന് നെറ്റിത്തടങ്ങനെ വിയർത്തൊഴുകും. നല്ല തണുപ്പുള്ള നേരത്ത് ഈ രൂപത്തിലുള്ള വഹീന് വരുമ്പോ അള്ളാന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പൊന്നാകെ ഒഴുകുന്നത് കാണാം. മുഖക്കെ ഉയർന്നാകും. ആ സമയത്ത് മുഖത്തിന് തന്നെ ഒരു മാറ്റം, വല്ലാത്ത വിഷമം അവിടുന്ന് അനുഭവിക്കും. മാത്രമല്ല അവിടുത്തെ ബോഡിക്ക് ഭയങ്കര വെയിറ്റ് തോന്നും. ശരീരം വല്ലാത്തൊരു ഭാരം കൂടെ, അമിതമായൊരു ഭാരം ആ സമയത്ത് അവിടുത്തെ ശരീരത്തിന് തോന്നും. എത്രത്തോളം വഹി എഴുതിയിരുന്ന സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു സന്ദർഭം പറയുന്നുണ്ട്. മഹാനവറുകൾ പറയാണ്, അള്ളാന്റെ റസൂലിന് ഒരിക്കൽ വഹി വരുന്ന നേരം, ആ അവസരത്തിൽ ഞാനൊരു വാഹനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ കാൽത്തൊട എന്റെ കാൽത്തൊടയുടെ മുകളിലാണ്. അങ്ങനെ കാൽ പിണച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ ഇരിക്കുന്ന നേരത്തിൽ, ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് ഇതുപോലത്തെ വഹി വരുന്ന നേരമാണ്. ആ സന്ദർഭത്തിൽ എന്താണ്ടായത്, എനിക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അവിടുത്തെ കാൽത്തൊട, അവിടുത്തെ കാല് എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാലിന് മുമ്പില്ലാത്തൊരു വലിയ വെയിറ്റ് ആ സമയത്ത് തോന്നി. പ്രവാചകൻ ഇങ്ങനെ മുഖം മാറുന്നുണ്ട്, എനിക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുന്നു. എത്രത്തോളം പറയാണ്, എന്റെ കാലിന്റെ തൊട പൊട്ടി നുരുമ്പി തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത്ര വെയിറ്റ് ഇങ്ങോട്ട് വന്നു. ആ അവസരത്തിൽ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാത്രല്ല വാഹനപ്പുറത്തിരിക്കെയാണ് ഈ രൂപത്തിൽ അവിടത്തേക്ക് വഹി വരുന്നതെങ്കിൽ അവിടുന്ന് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ വഹീൻ വരുമ്പോ ഒട്ടകമോ കുതിരയോ വാഹനമൊക്കെ എന്ത് ചെയ്യും, നേരെ കാൽമുട്ട് കുത്തിയിട്ട് ഭൂമിയിൽ അവിടെ ഇരിക്കും, വെയിറ്റ് താങ്ങാഞ്ഞിട്ട്. അങ്ങനെ ഏറ്റവും ഞാൻ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സന്ദർഭം ആ രൂപത്തിൽ എനിക്ക് വഹി വരുന്ന നേരമായിരുന്നു എന്ന് ഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നെ മലക്കിനെ തന്നെ ഒറിജിനൽ രൂപത്തിൽ കണ്ടുകൊണ്ട് പ്രവാചകന് 2 തവണ സന്ദേശം കിട്ടിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഞാൻ കാണുകയുണ്ടായി. ലഹു 600 ചിറകോടുകൂടി. ജിബ്രീലിന്റെ സാക്ഷാൽ സ്വരൂപം 600 ചിറകോടുകൂടെയാണെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. 600 ചിറകെ കണ്ടാ പേടിക്കൂലേ? ഓരോ ചിറകും മാബൈനസ്സമായി, ഒരു ഭാഗത്ത് നിന്ന് മാബൈനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നീണ്ടു കിടക്കുന്ന രൂപത്തിലുള്ള വലുപ്പാണ് ഓരോ ചിറകും. അങ്ങനത്തെ 600 ചിറകുള്ള മലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും? ആ രീതിയിൽ 2 തവണ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ചിറകുള്ള ശക്തനും നേതാവുമാണ് മഹാനായ റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകൾക്ക് ചിറകുണ്ട് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കണം. കാരണം അല്ലാഹു സൂറത്തുൽ ഫാത്തിറിന്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞതാണ്, അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർള് ജാഇലിൽ മലായികതി റുസുലൻ ഉലീ അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ. അല്ലാഹു തആല ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ സൃഷ്ടിച്ചവരാണ്. ജാഇലിൽ മലായികതി റുസുലാ, പ്രവാചകന്മാരായിക്കൊണ്ട് ദൂതന്മാരായിക്കൊണ്ട് മലക്കുകളെ നിശ്ചയിച്ചവനാണ് അല്ലാഹു. ഇങ്ങനത്തെ മലക്കുകൾ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ, 2ഉം 3ഉം 4ഉം ഒക്കെ ചിറകുള്ളവർ. യസീദു ഫിൽ ഖൽഖി മാ യശാ, സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2ഉം 3ഉം 4ഉം ഒക്കെ ചിറകുള്ളവർ മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ സാക്ഷാൽ സ്വരൂപത്തിൽ വന്നിട്ട് വഹി കിട്ടിയ അനുഭവങ്ങളും ഉണ്ട്. ഇനിയോ ഇതൊന്നുമല്ലാതെ അല്ലാഹ് തന്നെ നേരിട്ടൊരു മറയ്ക്ക് പിന്നിൽ വെച്ച് സംസാരിക്കുന്ന വഹിയുമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇസ്റാഇന്റെ രാത്രിയിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണാതെ ഒരു മറയ്ക്ക് പിന്നിൽ വെച്ച് റബ്ബിന്റെ സംസാരം കേൾക്കുന്നു. മൂസ നബി അലൈഹിസ്സലാം ഭൂമിയിൽ വെച്ചും അത് കേട്ടിട്ടുണ്ട്. അല്ലാഹ് നിന്നെ ഒന്ന് കാണണം എന്ന് മൂസ നബി അലൈഹിസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ നേരത്താണ്. ശബ്ദം കേൾക്കുന്നു, ഒന്ന് കാണണം എന്ന മോഹം. അല്ലാഹ് പറഞ്ഞു, ലൻ തറാനി, എന്നെ കാണാൻ കഴിയൂല.
എന്നാലും പിന്നെയും മോഹം പറഞ്ഞപ്പോ വലാകിനുറിൽ ജബൽ, അതേ കാണുന്ന പർവ്വതത്തിലേക്ക് നോക്കിക്കോ. ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ഖറൻ. അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൂസാ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അല്ലാഹ് യദാ പറയുന്നു, നിനക്ക് കാണാൻ കഴിയൂലേ എന്നെ? കാണണമെങ്കിൽ ആ മലയുടെ മുകളിലേക്ക്, ആ മല അവിടെ ഉണ്ടോ, നിനക്ക് എന്നെ കാണാം. പക്ഷേ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, അള്ളാഹ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോ അത് കാണാനും മനസ്സിലാക്കാനും മൂസാ നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞില്ല. പർവ്വതം തന്നെയും തകർന്നു, മൂസാ അലൈഹിസ്സലാം വീണു. പരിശുദ്ധ ഖുർആൻ പറയും. അതുകൊണ്ട് തന്നെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താ? അള്ളാഹനെ ഭൗതികമായ ലോകത്ത് വെച്ച് ഒരാൾക്കും കാണാൻ കഴിയൂല, അള്ളാഹനെ കാണാൻ കഴിയൂല. ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ, ദൃഷ്ടികൾക്ക് അവനെ കണ്ടെത്താൻ കഴിയൂല, അവൻ ദൃഷ്ടികളെ കാണുന്നു. അള്ളാഹ് ഇങ്ങോട്ട് കാണും, നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയൂല. ഇനി അതേ ഈ ഒരു പ്രത്യേകമായ അവസ്ഥക്കൊരു മാറ്റം വരുന്നത് പരലോകത്ത് വെച്ചാണ്. അവിടെ വെച്ച് മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമുണ്ട്. ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ചില മുഖങ്ങൾ അന്നിങ്ങനെ പ്രകാശം കൊണ്ട് തിളങ്ങും, പ്രസന്നമായ മുഖങ്ങൾ നാളെ പരലോകത്ത് കാണും. എന്തേ കാരണം? അവരുടെ റബ്ബിങ്കലേക്ക് അവ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സന്ദർഭത്തിൽ സഹാബത്ത് ചോദിക്കുകയാണ്, അതേ പ്രവാചകരെ, നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് അല്ലാഹനെ നേരിട്ട് കൺകൊണ്ട് കാണാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പരിപൂർണമായ ചന്ദ്രൻ ഉദിക്കുന്ന 14-ാം രാവിൽ പൂർണ്ണചന്ദ്രനെ മാനത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാറില്ലേ? അതേപോലെ ഒരു മറയുമില്ലാതെ ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ, ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ നോക്കിക്കാണാം. അല്ലാഹു നമ്മെ ആ രൂപത്തിൽ ഉൾപ്പെടുത്തി അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങൾക്ക് മാത്രം, ഈമാനുള്ളവർക്ക് മാത്രം അല്ലാഹനെ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, നല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് അൽ ഹുസ്നാ, അവർക്ക് സ്വർഗമുണ്ട് നാളെ പരലോകത്ത്. വസിയാദ, വർദ്ധനവുമുണ്ട്. സ്വർഗമുണ്ട്, പിന്നെ അതിലപ്പുറം കുറച്ച് വർദ്ധനവുണ്ട്. അതിനെക്കുറിച്ച് സഹാബത്ത് ചോദിച്ചു, എന്താണ് ആ വർദ്ധനവ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദറു ഇലാ വജ്ഹില്ലാ, അല്ലാഹനെ കാണാനുള്ള തൗഫീഖ് കിട്ടലാണ്. അല്ലാഹ് നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ അവസരത്തിൽ കാഫിറുകളായ ആളുകൾ, മുനാഫിഖീങ്ങൾ, കാഫിറുകൾ, തെമ്മാടികള്, അതേ അവർക്ക് അല്ലാഹനെ കാണാൻ കഴിയൂല. കല്ലാ ഇന്നഹും മിർ റബ്ബിഹിം യൗമഇദിൽ മഹ്ജൂബൂൻ, അവരവരുടെ റബ്ബിനെ തൊട്ട് മറയിടപ്പെടുന്നവര് തന്നെ. അല്ലാഹനെ കാണാൻ കഴിയൂല. അപ്പോ പടച്ച റബ്ബിനെ കാണാൻ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് സാധിക്കുമെന്നാണ് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. ഈ ലോകത്ത് വെച്ച് അങ്ങനെ സംവിധാനമില്ല. എന്നാൽ ഇസ്ലാമിൽ നിന്ന് വിഘടിച്ച് പിഴച്ചുപോയ കക്ഷികളായ പലരുടെയും വാദം നാളെ പരലോകത്ത് വെച്ചും അല്ലാഹനെ കാണാൻ കഴിയൂല. അതാണ് ഖവാരിജ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ വിശ്വാസം. ഖവാരിജുകൾ എന്ന് പറയുന്ന പിഴച്ച കക്ഷി പറയുന്നത് പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾക്കും അല്ലാഹനെ നാളെ കാണാൻ കഴിയൂല എന്നാണ്. അതിന്റെ അതേ വിശ്വാസക്കാരായ ആളുകൾ ഇന്ന് ഒമാനിലും അതുപോലെ തന്നെ പല ഇടങ്ങളിലും നമുക്ക് ആ വിശ്വാസമുള്ള ആളുകളെ കാണാം. എന്റെ വിഷയം അതല്ല, സാന്ദർഭികമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുന്നത് നന്നായിരിക്കും എന്നതുകൊണ്ട് അതുകൂടി നമുക്ക് മനസ്സിലാക്കണമല്ലോ എന്ന നിലക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായിരുന്നാലും ഈ രൂപത്തിലൊക്കെ വഹീകൾ, പരിശുദ്ധ ഖുർആൻ ഇവയൊക്കെ മൊത്തത്തിൽ സൂറത്ത് ശൂറയുടെ 51-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്, പറയുന്നുണ്ട്, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇذനിഹി മാ യശാ ഇന്നഹു അലിയ്യുൻ ഹകീം.
വഹയിന്റെ വ്യത്യസ്ത രൂപങ്ങളെ ഇവിടെ അല്ലാഹു തആല ഈ ആയത്തിലൂടെ സൂറത്തു ശൂറ 51-ാമത്തെ ആയത്തിലൂടെ പറയാണ്. ഒരു മനുഷ്യരോടും അല്ലാഹു സംസാരിക്കുന്നതല്ല വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, അല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്നല്ലാതെ, അല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചിട്ട് ആ ദൂതനിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത് വഹയി കൊടുത്തുകൊണ്ടല്ലാതെ എന്നൊക്കെ. ആ 3 കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന നിലക്ക് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വിവരണം ഈ സൂറത്തു ശൂറയുടെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവുണ്ടായിരുന്നു. ഖുർആനിക വഹയി ഇങ്ങനെ കേൾക്കുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ പ്രവാചകൻ വല്ലാത്തൊരു ബേജാർ. എന്താ? ജിബ്രീൽ ഓതുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുചൊല്ലും, നാവ് ഇങ്ങനെ ചലിപ്പിക്കും, ചുണ്ട് ചലിപ്പിക്കും, പെട്ടെന്ന്. എന്തിനാ? മറന്നു പോകുമോ എന്നുള്ള പേടി. മറന്നു പോകുമോ? ആദ്യം കേട്ടത് ജിബ്രീൽ പോകുമ്പോഴേക്കും മറക്കുവോ? അപ്പൊ പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനഃപ്പാഠമാക്കാനുള്ള ആ ഒരു ആവേശവും ഉത്സാഹവും കാരണത്താൽ അവിടുന്ന് ഇങ്ങനെ നാവിട്ട് ചലിപ്പിക്കും ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ഓതി കൊടുക്കുമ്പോഴേക്ക്. അപ്പൊ അല്ലാഹ് സമാധാനിപ്പിച്ചു നബി തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ചു. ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ ഖിയാമയിൽ കാണാം, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആനഹു സുമ്മ ഇന്ന അലൈനാ ബയാനഹു. എന്താണ് പറഞ്ഞതിന്റെ ആശയം? ലാ തുഹർരിക് ബിഹി ലിസാനക, നിന്റെ നാവ് കൊണ്ട് നീ ഇങ്ങനെ ചലിപ്പിക്കണ്ട, നിന്റെ നാവിനെ ഈ ഖുർആൻ കൊണ്ട് നീ ഇങ്ങനെ ഇട്ടിളക്കണ്ട, ചലിപ്പിക്കണ്ട. ലിതഅജല ബിഹി, അതുകൊണ്ട് നീ ധൃതിപ്പെട്ട് മനഃപ്പാഠമാക്കാൻ വേണ്ടി അങ്ങനെ തിരക്കൂട്ടണ്ട, പേടിക്കണ്ട മുഹമ്മദേ. ഇന്നാലൈനാ ജംഅഹു വഖുർആന, അതിനെ ഒരുമിച്ച് കൂട്ടലും, അതിനെ പാരായണം ചെയ്തു തരലും, അതിനെ വിവരിച്ചു തരലും, അതിനെ സംരക്ഷിക്കലും ഒക്കെ നമ്മുടെ മേലാണ് കടമയുള്ളത്. ഒക്കെ ഞാൻ ചെയ്തോളൂ, നിങ്ങൾ മറക്കൂല. സനുഖരിഉക ഫലാ തൻസാ, താങ്കൾക്ക് നാം ഓതിത്തരുന്നതാണ്, നിങ്ങൾ മറക്കൂല നബിയേ. വഹീന്റെ ഒന്നും അല്ലാഹുവിന്റെ റസൂൽ മറക്കൂല. വഹിയായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരു കാര്യം അള്ളാഹിന്റെ റസൂൽ മറക്കൂല, മറന്നിട്ടുമില്ല. അതേ അവസരത്തിൽ മാനുഷികമായ പല കാര്യങ്ങളിലും അവിടുന്ന് മറന്നിട്ടുണ്ട്. 4 റക്അത്തുള്ളവര് നിസ്കാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൊണ്ട് നിസ്കരിച്ചപ്പോ ഒരിക്കൽ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ടുണ്ട്. സലാം വീട്ടി അവിടെ നിന്ന് മാറിപ്പോയി. ഇപ്പൊ സഹാബത്ത് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, നിസ്കാരം ചുരുക്കിയോ അതോ നിങ്ങൾ മറന്നോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അപ്പോഴും മനസ്സിലായില്ല. അവിടുന്ന് പറഞ്ഞു, നിസ്കാരൊട്ട് ചുരുക്കപ്പെട്ടിട്ടില്ല, ഞാനൊട്ട് മറന്നിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ആകെ ബേജാറായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അള്ളാഹിന്റെ റസൂലാണെങ്കിൽ 2 നിസ്കരിച്ചിട്ടുള്ളൂ. അള്ളാഹിന്റെ റസൂല് പറയുന്നത് നിസ്കാരം ചുരുക്കിയിട്ടൊന്നുമില്ല, എന്നാ പിന്നെ മറന്നിട്ടില്ല എന്നാ പറയണത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവസാനം ആരും ചോദിക്കാൻ ധൈര്യപ്പെടില്ല. അവസാനം കൂട്ടത്തിലുള്ള ഒരാൾ ധൈര്യം സംഭരിച്ചിട്ട്, നബി നിങ്ങൾ മറന്നു കേട്ടോ, നിങ്ങൾ മറന്നിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ധൈര്യമായി. അപ്പൊ എല്ലാവരും ആ നബി ഞങ്ങൾ മറന്നു ഒരാൾ പറഞ്ഞപ്പോ എല്ലാവർക്കും ധൈര്യമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബോധ്യായി. അവിടുന്ന് വേഗം വന്നു, വീണ്ടും മെഹ്റാബിൽ വന്നു, ബാക്കിയുള്ള 2 റക്അത്ത് നിസ്കരിച്ചു. ശേഷം അവിടുന്ന് എന്ത് ചെയ്തു? മറവിക്കുള്ള 2 സുജൂദ് ചെയ്തു. അപ്പൊ അവിടുന്ന് ആ കാര്യത്തിൽ അവിടുന്ന് ഒരു മറവി സംഭവിച്ചു. എന്നാൽ അള്ളാഹിന്റെ റസൂൽ ജനങ്ങളോട് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസുകളുടെയോ ഒരൊറ്റ വഹയും അവിടുന്ന് മറന്നിട്ടില്ല, മറക്കൂല. അത് പടച്ച റബ്ബ് കൊടുത്തിട്ടുള്ള പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ്, കാവലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിരക്കൂട്ടും. ഇതുപോലെ സൂറത്തു ത്വാഹയിലും നമുക്ക് കാണാം, 114-ാമത്തെ സൂക്തത്തിൽ കാണാം, വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹയുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയേ, ഖുർആൻ അതിന്റെ ബോധനം നിനക്ക് പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതിന്റെ മുമ്പായി നീ ധൃതിപ്പെട്ട് ഓതണ്ട, തിരക്കൂട്ടി ഓതണ്ട. മറിച്ച് വഖുർ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവിനോട് ഇൽമു വർദ്ധിപ്പിച്ചു തരാൻ തേടിക്കോളൂ, ഇൽമു വർദ്ധിപ്പിച്ചു തരാൻ തേടിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാ അല്ലാഹ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കോളൂ, ഞാനും നിങ്ങളൊക്കെ. എന്ത്? റബ്ബി സിദ്നി ഇൽമാ എന്ന് പറഞ്ഞോന്ന്. ആരാ? ഈ ലോകത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആലിമായ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് വീണ്ടും പറയണം, വഖുൽ പറഞ്ഞോളണം, റബ്ബി സിദ്നി ഇൽമാ. എല്ലാരും ദ്വാർന്നോളണം, എല്ലാരും പ്രാർത്ഥിച്ചോളണം, അല്ലാഹ് ഇൽമു വർദ്ധിപ്പിച്ചു തരണം, നാഫിയായ ഇൽമിനെ തരണം, അറിഞ്ഞ ഇൽമനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീക്ക് തരണം.
അമല് ചെയ്യാത്ത ഇൽമ് എനിക്ക് വേണ്ട. നബി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നില്ലേ, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അല്ലാഹ് നീ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് നീ എനിക്ക് ഉപകാരം ഉണ്ടാക്കണേ. വൻഫഅനി ബിമാ അല്ലംതനി, നീ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് നീ എനിക്ക് ഉപകാരം തരണേ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ എന്ന് പറഞ്ഞു. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വസിദ്നി ഇൽമാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്നൊക്കെ അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ നിർദ്ദേശം പിന്നെ കിട്ടിയതിന്റെ ശേഷം ഇങ്ങനെ നിങ്ങൾ തിരക്കൂട്ടണ്ട, പേടിക്കൊന്നും വേണ്ട, മറക്കൊന്നുമില്ലട്ടോ, ബേജാറാവണ്ട. ജിബ്രീൽ വരുമ്പോൾ ഒരു തരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. നിങ്ങളെ മനസ്സിൽ ഒരു നിലനിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. നാവിട്ടടിക്കണ്ട, പ്രയാസപ്പെടണ്ട. അള്ളാഹുവിന്റെ പ്രത്യേകമായ ശാന്തമായ ആ നിർദ്ദേശം, സമാധാനത്തിന്റെ വാക്ക് കിട്ടിയതിന്റെ ശേഷം പിന്നീട് നബി തങ്ങളുടെ പതിവ് എന്തായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത്. ഫകാന ഇദാ അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം അത്റഖ. ഈ ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടുത്തെ പതിവെന്താ, പിന്നെ ജിബ്രീൽ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ആയത്തും കൊണ്ട് വന്നാൽ അത്റഖ, നബി തലയും താഴ്ത്തി അങ്ങനെ ഇരിക്കും. തല താഴ്ത്തി അങ്ങനെ ഇരുന്നു കൊടുക്കും. ഫൈദാ ദഹബ ഖറഅഹു, ജിബ്രീലാണ് പോയി കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ അതിങ്ങനെ മണിമണിയായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യും. കമാ വഅദഹു അല്ലാഹു അസ്സ വജല്ല, അല്ലാഹ് അദ്ദേഹത്തോട് ഓഫർ പറഞ്ഞതുപോലെ. പേടിക്കണ്ട, ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനാന്ന് പറഞ്ഞില്ലേ, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, അതെ, അത് കറക്റ്റ് ആയിക്കൊണ്ട് ജിബ്രീൽ വന്നാ പിന്നെ അള്ളാന്റെ റസൂൽ തലയും താഴ്ത്തി ശ്രദ്ധിച്ച് അങ്ങനെ കേൾക്കും. ജിബ്രീലാണ് പോയാ പ്രവാചകൻ കാണാ കൃത്യമായിട്ട് അതിങ്ങനെ പോരുന്നു. ഒരു ബേജാറുമില്ല, ഒരു വിഷമമില്ല. ഇങ്ങനെയായിരുന്നു അവിടുത്തെ ആ കൃത്യമായി വഹയികളോടുണ്ടായിരുന്ന, വഹയികൾ വരുന്ന നേരത്തുള്ള അവിടുത്തെ പ്രത്യേകമായ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ കിട്ടിയ വഹയികളുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ആദ്യ കാലഘട്ടത്തിൽ പരസ്യ പ്രബോധനമല്ല നടത്തിയത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന വചനങ്ങൾ ഇറങ്ങിയതിന്റെ ശേഷം അവിടുന്ന് പരസ്യ പ്രബോധനമല്ല ആദ്യം നടത്തിയത്. ആദ്യം സ്വകാര്യമായിട്ടുള്ള ദഅവത്തായിരുന്നു. അദ്ദഅവത്തു സിർരിയ, രഹസ്യ പ്രബോധനം എന്നതാണ് അതിന് പറയുന്ന, അറബിയിൽ പറയുന്ന പ്രയോഗം. ആ നിലക്കുള്ള രഹസ്യ പ്രബോധനം അവിടുന്ന് പിന്നീട് തുടങ്ങുകയാണ്. അതിന്റെ ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കുവാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹനീയമായ ചരിത്രത്തിന്റെ മുഴുവൻ വശങ്ങളും നന്നായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവിടുന്ന് ഈ ലോകത്തോട് നിർദ്ദേശിച്ച നിയമങ്ങളുടെ അതിർത്തികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗം നേടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.